നമസ്കാരം. പിഴ ഈടാക്കാനുള്ള പോലീസിന്റെ വ്യഗ്രതയിൽ അപകടമുണ്ടായി 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കർണാടകയിലെ മണ്ഡ്യയിൽ ഇന്നലെ വൈകുന്നേരമാണ് ദാരുണ സംഭവമുണ്ടായത്. നായയുടെ കടിയേറ്റ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയ ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഋതീക്ഷ എന്ന 3 വയസ്സുകാരിയാണ് മരിച്ചത്. കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയ പിതാവ് ഹെൽമെറ്റ് ധരിച്ചില്ലെന്ന കാരണത്താലായിരുന്നു ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വെപ്രാളത്തിനിടെ പിതാവ് ഹെൽമെറ്റ് ധരിക്കാൻ മറന്നു പോവുകയായിരുന്നു. ഗതാഗത നിയമലംഘനത്തിനായി പിഴ ഈടാക്കാനായി പോലീസ് നിർത്തിച്ച വാഹനം നിയന്ത്രണം വിട്ടു. അമ്മയുടെ മടിയിൽ നിന്ന് താഴെ വീണ 3 വയസ്സുകാരി പിന്നാലെ വന്ന ലോറി ഇടിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ലോറി കയറിയതിന് പിന്നാലെ തലക്കേറ്റ മാരകമായ പരിക്കാണ് 3 വയസ്സുകാരിയുടെ മരണത്തിന് കാരണമായത്. രണ്ടാമത്തെ ട്രാഫിക് സംഘമായിരുന്നു ഇത്തരത്തിൽ ബൈക്ക് തടഞ്ഞത്. ആദ്യത്തെ ട്രാഫിക് പോലീസ് സംഘത്തോട് വിവരം പറഞ്ഞപ്പോൾ അവർ വിട്ടയച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ സംഘം വാഹനം തടഞ്ഞതോടെയാണ് അപകടമുണ്ടായത്. വാഹനം നിർത്താനായി ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ 3 വയസ്സുകാരിയുടെ പിതാവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചതോടെയാണ് വാഹനം നിയന്ത്രണം വിട്ടത്. ബൈക്ക് ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഇതിനിടയിലാണ് അമ്മയുടെ കയ്യിലിരുന്ന 3 വയസ്സുകാരി പിടിവിട്ട് റോഡിലേക്ക് വീണത്. ഈ സമയത്താണ് ഇതുവഴി വന്ന ലോറി കുഞ്ഞിന്റെ ശരീരത്തിലൂടെ കയറിയത്. സംഭവത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മണ്ഡ്യയിലെ മിംസ് ആശുപത്രിക്ക് പുറത്തായിരുന്നു പ്രതിഷേധം. പഴയ ബംഗളൂരു മൈസൂരു ദേശീയപാത ഇവർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ASIമാരായ ജയറാം, നാഗരാജ്, ഗുരുദേവ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത്. വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചതായി SP B. മല്ലികാർജുൻ വ്യക്തമാക്കിയിട്ടുണ്ട്.